കാഴ്ചപ്പാട് മാറിയാൽ ആ ദൈവം കൊടുത്ത ജ്ഞാനവും താലന്തും എന്തെങ്കിലും പ്രയോജനമുണ്ടോ ദൈവമക്കളെ? എന്തെങ്കിലും പ്രയോജനം? സാത്താൻ ആദ്യം പോരിടുന്നത് എവിടാ? നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുവാൻ, നമ്മുടെ വിളിയിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ. സാത്താൻ അറിയാം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയാൽ നിങ്ങൾ എത്ര ആരാய்ച്ചാലും എന്തൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാലും എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എന്തുവാ എത്തത്തില്ല. വിളി അനുസരിച്ച് വിശ്വസ്തനല്ലാത്തവൻ, വിളി അനുസരിച്ച് ആ ഓട്ടം തികയ്ക്കാത്തവൻ എത്തത്തില്ല. കാഴ്ചപ്പാട് പകുതി വഴി മാറിപ്പോയ, ലോകത്തെ സ്നേഹിച്ചു പോയ ദേമാസ് ഒത്തിരി പേരെ പറ്റിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യൻ പോലും എല്ലാവരുടെയും പരിശുദ്ധാത്മാവിൽ ഒരാൾ വീക്കാവുമ്പോൾ അവിടെ കാഴ്ചപ്പാട് മാറിപ്പോവുക, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവുക. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ ഒരു സ്ട്രോങ് കാഴ്ചപ്പാട് പറഞ്ഞല്ലോ. ഈ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ വായിച്ച്, പല പ്രസംഗങ്ങൾ കേട്ട്, പല പല ആൾക്കാർ പറഞ്ഞ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ സാത്താൻ അങ്ങനെയുള്ള ആൾക്കാരെ അവരുടെ അടുത്തേക്ക് അയക്കും. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്തൊന്നും കേൾക്കാൻ പോകല്ല. എല്ലാ പ്രസംഗവും പരിശുദ്ധാത്മാവിൻ്റേതല്ല, ക്രൂശിൻ്റെ വചനമല്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അതൊരു സത്യമാണ്. ചിലർ ഈ ഉപദേശത്തിൻ്റെ വിഷയത്തിലും കൂട്ടുകെട്ടിൻ്റെ വിഷയത്തിൽ വേർപാട് ആചരിക്കത്തില്ല. ചിലർക്കെല്ലാം നല്ലതാണ്. ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്, ആരെപ്പറ്റി ഒന്നും കുറ്റമൊന്നും പറയണ്ട, അത് കുറവല്ല. അത് വചനപ്രകാരം ഏതാ നല്ലത് അല്ല ശരി അല്ല എന്ന് ഡിസേൺ ചെയ്യാൻ പറ്റുന്നില്ല. ഉപദേശത്തിൻ്റെ വിഷയത്തിലും നമുക്ക് എന്ത് വേണം? കൂട്ടിൻ്റെ വിഷയത്തിൽ, കൂട്ടായ്മയുടെ വിഷയത്തിൽ വേർപാട് വേണം. വേർപാട് ഈ ഡ്രസ്സിങ്ങിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ പുറമേ ഉള്ള എന്തെങ്കിലും കാര്യത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, വേർപാട് എല്ലാത്തിലും വേണം. എങ്കിലേ എല്ലാത്തിൽ നിന്നും വേർപാട് പാലിച്ച ഉപദേശത്തിൽ കറക്റ്റായി നിന്ന് നമുക്ക് നമ്മുടെ മാതൃക പുരുഷൻ കർത്താവ് ചെന്നെത്തുവാൻ കഴിയത്തുള്ളൂ. ഈ ദിവസങ്ങൾ കർത്താവേ വിശുദ്ധിയും വേർപാടും, ഹല്ലേലൂയ, അതായത് നമ്മുടെ പ്രയോറിറ്റി. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഇവിടും എഴുതിയിരിക്കുന്ന പൗലോസ് പറഞ്ഞ് എന്നെ അനുകരിപ്പി. താൻ ആ നല്ല കാഴ്ചപ്പാടിൽ ആരെന്തു പറഞ്ഞിട്ടും ഇൻഫ്ലുവൻസ്ഡായി തീരാതെ, തന്നോടായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പോരാട്ടം. തനിക്ക് ഇൻഫ്ലുവൻസായി തീരാതിരുന്നുകൊണ്ട് തന്നെ ദൈവം ഏൽപ്പിച്ച വചനങ്ങൾ കറക്റ്റായിട്ട് മനുഷ്യർ തന്നെ ഭ്രാന്തൻ വിളിച്ചിട്ടുണ്ട്. എബ്രായർക്ക് എഴുതിയ യെരുശലേമിലെ അവർക്ക് എഴുതിയ ലേഖനത്തിന് തൻ്റെ പേര് വെച്ചിട്ടില്ല. കാര്യം തൻ്റെ പേര് പൗലോസ് എന്ന് കണ്ട യെരുശലേമിലെ സഭ പിന്നെ അത് വായിക്കത്തില്ല, പഠിക്കത്തുമില്ല, അതിനെ തള്ളിക്കളയും. അങ്ങനെ യെരുശലേമിലെ സഭ പോലും തനിക്ക് എതിരായിട്ട് നിന്നപ്പോൾ നമുക്കറിയാം തൻ്റെ കാഴ്ചപ്പാട് തന്നെ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പരിശുദ്ധാത്മാവ്, അതുകൊണ്ടാണ് വചനത്തിൽ അത് എഴുതിയിരിക്കുന്നത്. എന്നിൽ കണ്ടത് 9-ാമത്തെ വാക്യം, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിക്കും. സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ.